പുതിയ ഒരു ദിവസത്തേക്ക് ഞാൻ എല്ലാവരുടെ മുന്നിലും വെച്ച് സ്വാഗതം പറയാണ്. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഒമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് മെനിയാന്നുണ്ടാക്കിയ ഭക്ഷണം, അത് കുറച്ച് കഴിച്ച്, അതും ഇന്നലെ രാത്രി ഹോട്ടലിൽ നിന്ന് കഴിച്ചതിൻ്റെ ബാക്കി സലാഡ്, ഇവിടെ ഒരു സൂപ്പ്, ഇവിടെ ബ്രെഡ്, ഇവിടെ നമ്മുടെ ഷിവമിയുടെ ബർത്ത്ഡേ കേക്ക്, ഇവിടെ നമ്മുടെ മുന്തിരി, ഇത് അത്. ആൻഡ് ഷിവമി, ഹായ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. Oh, thank you. 30ാമത്തെ ഷിവമിയുടെ ബർത്ത്ഡേ ആയിരുന്നു, പിറന്നാളായിരുന്നു ഇന്നലെ. ഞാൻ സർപ്രൈസ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. സമയമില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബോട്ട് ട്രിപ്പ് കടലിൽ പോകാൻ വേണ്ടി പോവാണ്. കടലിൽ പോയിട്ട് നമ്മൾ അടിച്ച് പൊളിക്കാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ കടലിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഞാൻ ഫുഡ് കഴിക്കട്ടെ, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നൈസ് ഫുഡ്, അടിപൊളി ഫുഡ്. രാവിലെ സൂര്യൻ ഉദിച്ചേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്ത ഈ സ്ഥലമൊക്കെ അടച്ചിട്ട് നമ്മൾ പോവാണ്. പൂച്ച ബൈ ബൈ, സീ യു കേട്ടോ. ഇവനാണ് നമ്മുടെ 2 ദിവസത്തെ കൂട്ടുകാരനായത്. നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഈ കാണുന്ന സ്റ്റേ. ഇതെന്താ അടയ്ക്കണമില്ല. ഇതായിരുന്നു നമ്മുടെ കട്ടിൽ. ഇവിടെ ബൈ 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 ബൈ. അവർ 2 ദിവസത്തെ വീട് ലോണാണ് കേട്ടോ നമ്മൾ ഇവിടെ പറയുന്നത്. 2 ദിവസം ഈ മനോഹരമായിട്ടുള്ള വീട്ടിലാണ് ചെയ്തത്. ഈ ഇനി ഇവിടെ വെക്കട്ടെ. ഇവിടെ നമ്മൾ ഈ വെക്കണം. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഷിവമിക്ക് സർപ്രൈസ് ചെയ്ത് ബർത്ത്ഡേ 30ാം പിറന്നാളിന് ഹാപ്പി ബർത്ത്ഡേ ബലൂണൊക്കെ ആക്കി വെച്ചതാണ്. ഗോ ബൈ ബൈ, മൈ ലാസ്റ്റ് ബൈ ബൈ ടു ദിസ് പ്ലേസ്. ലോഫ്റ്റ് കൗണ്ടി വെസ്റ്റ് ഈസ്റ്റ്. ലോസ്റ്റ് കൗണ്ടിയിലോട്ട് വരണം കേട്ടോ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ. ഞാൻ കിടന്ന കട്ടിലൊക്കെ നിങ്ങളും കിടക്കണം. ഇന്നലെ ഞാൻ കട്ടിലല്ല കിടന്നത്, കാരണം മെനിയാന്ന് ഞാൻ കിടന്നപ്പോൾ ഷിവമിയെ കട്ടിലിൽ നിന്ന് തള്ളി പുറത്താക്കി. ഇടയ്ക്ക് എൻ്റെ അടുത്ത് രാത്രി ഒരാൾ മഹിനെ ഒന്ന് കുറച്ച് നീങ്ങോ. അപ്പം ഞാൻ പിന്നെ ഇന്ന് ബർത്ത്ഡേ അല്ലായിരുന്നോ, ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ മറ്റേ നമ്മുടെ കോമൺ റൂമിൽ ഒരു സോഫയില്ലേ, ആ സോഫയിലാണ് കേട്ടോ കിടന്നത്. ഷിവമി സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഈ സ്കൂട്ടറും കൊണ്ടാണ് പോകുന്നത്. 50cc ഈ സ്കൂട്ടർ കയറൂല കേട്ടോ. ലെറ്റ്സ് ഗോ. ഡു യു വാണ്ട് ലിഫ്റ്റ്? അയ്യോ, രാവിലെ നല്ല തണുപ്പാണ്. നമ്മൾ ബോട്ട് ടൂർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു ഏജൻസിയിൽ പോയി ബാഗ് വെച്ചിട്ട് വൈകിട്ട് ബോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കടലിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അൻഡാലിയ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകും. ആ തേരി ഹലോ. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഈ വണ്ടി ഓടിച്ച് എനിക്ക് വേദനകൾ കേട്ടോ. എൻ്റെ ദേഹം വേദന, തലവേദന, എല്ലാ വേദനകളും ഉണ്ട്. നമ്മളങ്ങനെ കാസ് നഗരത്തിനോട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാസ് സിറ്റി കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ ഓൾഡ് ടൗണിലോട്ട് വന്നിട്ടുണ്ട്. ഓൾഡ് ടൗണിലാണ് ഇവിടെ മോസ്ക്, ഇവിടുത്തെ നമ്മുടെ മറീന. നമ്മൾ ഈ കാണുന്ന ഒരു ടൂർ കമ്പനിയില്ലേ, കപ്താൻ എർഗാൻ കെക്കോവേ തെക്കിനെ തുലാറി, അതായത് ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടൂർ കമ്പനി ഉണ്ട് കേട്ടോ. ഇവരുടെ കൂടെയാണ് നമ്മൾ ബോട്ട് ടൂറിന് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇവർ തന്നെ നമുക്ക് വണ്ടി റെൻ്റ് എടുക്കാം കേട്ടോ. ഈ വണ്ടി റെൻ്റ് എടുക്കാം, ഈ വണ്ടി റെൻ്റ് എടുക്കാം, പല വണ്ടികൾ റെൻ്റ് എടുക്കാം. അപ്പുറത്തെ വണ്ടിക്കാരൻ നമുക്ക് റെൻ്റ് ആദ്യം തന്നില്ല, അത് വേറെ എന്തോ ഇത് പറഞ്ഞ് ഇവിടുത്തെ ചേച്ചി നമുക്ക് റെൻ്റ് തന്നു. അപ്പോൾ എൻ്റെ ചട്ടിയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അങ്ങനെ നമുക്കിവിടെ ബോട്ടിൻ്റെ ടിക്കറ്റ് കിട്ടി. വേണ്ടേ, ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു ദിവസം രാവിലെ 9:30 പോയിട്ട് വൈകുന്നേരം 6-6:30 വരുന്ന ഒരു പരിപാടിയാണ്.
പിന്നെ മാത്രമല്ല ഇതിൽ ഉച്ചഭക്ഷണം നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് ഉണ്ട്. പിന്നെ അല്ലാതെ എന്താ പറയുക, അല്ലാത്ത ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. 10,000 1,500 എന്ന് പറയുമ്പോൾ 3,500 ഇന്ത്യൻ രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ബോട്ട് ട്രിപ്പ് ഒരാൾക്ക് പോയിട്ട് വരാവുന്നതാണ്. ഇവിടെ രാവിലെ ബോട്ട് ടൂറിന് പോകാനായിട്ടുള്ള കുറേ വണ്ടികളുണ്ട് കേട്ടോ. കുറേ ബോട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നത് കാണാം. കുറേ ആൾക്കാരുണ്ടല്ലോ, എല്ലാ ആൾക്കാരും ബോട്ട് ടൂറിനായിട്ട് നടന്ന് നീങ്ങുവാണ്. ഓരോ കമ്പനികളായിട്ടാണ് കേട്ടോ അവരുടെ ബോട്ട് ടൂറുകൾ. So much. Hello. Good morning. How are you? Good. What's your name? My name is Ergun. You're the captain? I am, yes. Nice to meet you. Nice to meet you too. How are you? Nice. Welcome. So today, Yeah. we are going to visit the sunken city of Kekawa. In total of 5 different places we are going to visit today. We will have like 4 swimming stops, and Okay. 4 of them will be for swimming, and 1 of them will be for hiking. Okay. So we will explore the Simena Castle. Also, we will see the sunken city of Kekawa. So in total of 5 different nice locations. Also, we'll be serving a nice lunch on the boat. Yeah. At lunch you can get like fish or chicken. Also, you have like 4 or 5 different types of mezes, which will be freshly prepared on the boat. So we have the bathroom facilities, we have the showers, we have the swimming noodles, we have the swimming vests on the boat that you can borrow and use as well. And also, if you want to do some snorkeling, we have some snorkeling gears available on the boat as well. If you want to do some snorkeling, it's also great. So we have 2 decks on the boat. One of them is the upper deck, and one of them is the lower deck. At the lower deck is completely covered, so there's no wind, Yeah, no okay. sun, well protected from the other sea conditions. And the upper deck is we have the sunbeds, so you can either go upstairs or downstairs. Alright. So I wish you a nice and a pleasant journey. Thank you so much. If you have any questions, let me know. Yeah. And if you like this video, please follow me at Captain Ergun on Ergun. on our Instagram page. We put it below here. Okay. Okay. At Captain Ergun is our Instagram page. So please check us out. Okay. And have a wonderful day. Thank you so much. Thank you. Tashakkur Adrim. You're welcome. He's a millionaire for നീന്തൽ അറിഞ്ഞുകൂടാത്ത എന്നെ പോലുള്ള ആളുകൾക്ക് വേണ്ടി സ്വിമ്മിങ് നൂഡിൽസ്. ഐ വിൽ ജസ്റ്റ് ടേക്ക് എ ലുക്ക് ഹിയർ ഫസ്റ്റ്. ഇവിടെ ഇതാ നമുക്ക് താഴത്തെ ഭാഗത്തു ഇതാണ് കേട്ടോ. ഹലോ. മർഹബ. ഇവിടെ നമുക്ക് ഫുള്ള് വിൻഡും ഒന്നും അടിക്കാതെ രീതിയിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. പിന്നെ മുകളിലും പോവാം. അവിടെ ഒരു കഫ്റ്റേരിയ പോലത്തെ. നമ്മുടെ ചേട്ടൻ പറഞ്ഞു ഇതുവഴി ഏറ്റവും ഫ്രണ്ടിലോട്ട് പോകും, ഇതാണ് ഏറ്റവും നല്ല ഇതെന്ന്. നല്ല അടിപൊളി ബോട്ട് കേട്ടോ, നല്ല രസമുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതാണ് ഇവരുടെ. ഹലോ. ഇപ്പോൾ ഫ്രണ്ടിൽ ആരോ സ്ഥലം എടുത്തല്ലോ. you want to sit there? അപ്പോൾ ഇവിടെ മുകളിൽ കയറുമ്പോൾ നമുക്ക് സൺബെഡൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഫുൾ ഭാഗത്ത്. ഇവിടെ നമുക്ക് കാറ്റും സൺബെഡും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറെ മനോഹരം കേട്ടോ. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ അടിപൊളി കേട്ടോ. ഓൾറെഡി കുറേ ആൾക്കാർ ഇവിടെ ഓൾറെഡി തന്നെ ഉണ്ട്. ഇവിടെ ഒരു 9:30-10 മണിയാകുമ്പം ഇവരുടെ തുർക്കിഷ് നാഷണൽ ആന്തമാണ് കേട്ടോ. എല്ലാവരും കണ്ടില്ലേ, എല്ലാവരും അവരെ റെസ്പെക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവിടെയുള്ള ബോട്ടുകളിലൊക്കെ ഇതാ എല്ലാ ആൾക്കാരും. നാഷണൽ ആന്തം അറിഞ്ഞുകൂടാത്ത ഏതോ വിദേശി അവിടെ മലന്ന് കിടക്കുവാണ്. ബാക്കി എല്ലാവരും കണ്ടില്ലേ. പുള്ളിക്കാരൻ എന്തൊക്കെയാ തുർക്കിഷ് ഭാഷയിൽ പറയുവാണ്. നമ്മുടെ ജേണി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ വേറെ ടൂർ കമ്പനികളാണ് കേട്ടോ. ആ കാണുന്ന ഭാഗത്ത് ഈ കാണുന്ന ബോട്ട് അത് അത്യാവശ്യം നല്ല ബോട്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ബോട്ടിൽ സൺബെഡ് എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫുള്ള് ക്ലൗഡിയാണ് ഇന്ന്. നമ്മൾ ഏതൊക്കെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ കരയ്ക്ക് അകലമായിട്ടാണ് പോകുന്നത്. ഈ കാണുന്ന ഭാഗത്തോട്ട് ബോട്ടിൽ മുഴുവനായിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. സൂര്യൻ അടിക്കുന്നു. ഷിയോമി ഇവിടെ കിടന്നുറങ്ങുന്നു. എനിക്കിവിടെ നിന്ന് വെള്ളമായല്ലോ. ഇവിടെ ഒരു സ്റ്റോപ്പിലോട്ട് വണ്ടി നിർത്തി, നമ്മുടെ ബോട്ട് നിർത്തിയിട്ട് ഇവിടെ ആൾക്കാർ കുറച്ച് ചിത്രങ്ങളും വീഡിയോസൊക്കെ എടുക്കുവാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ചിത്രവും വീഡിയോ ഒക്കെ എടുക്കാം. കുറേ ആൾക്കാർ ഇത് ഓൾറെഡി വെള്ളത്തിൽ നീന്താനായിട്ട് പോയിട്ടുണ്ട്. അവിടെ എല്ലാവരും വെള്ളത്തിൽ ചാടി ഇതാ നീന്തുവാണ് കേട്ടോ. എൻ്റെ അങ്ങോട്ടൊക്കെ ആളുകൾ നീന്തി പോകുന്നു. അവിടെ ഇതാ ബോട്ടുണ്ട്. കൊള്ളാമല്ലോ പരിപാടി. അങ്ങോട്ട് നീന്താനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ക്യാമ്പ് ചെയ്യുന്ന ആളുകളെയൊക്കെ കാണാം. അതോ ആ ഒരു ഭാഗത്ത് കണ്ടോ, അവിടെ ആളുകൾ ക്യാമ്പ് ചെയ്യാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതുപോലെ കുറേ സ്റ്റോപ്പുകളിൽ അവർ നിർത്തും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പോയി നീന്താനും ഇതിനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ അതാണ്ട് ഇങ്ങനത്തെ ഈ ഗ്ലാസ് സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ. ഇവിടെ ഒരു ബാർ ഏരിയ, അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ ടൗണിൽ
ഇവിടെ വാഷ്റൂമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഒരു പ്ലാനാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വാഷ്റൂം. ഇവിടെ ഓരോ ആളുകൾ ഇവിടെ നിന്ന് റെഡിയായി ഇറങ്ങുവാണ് കേട്ടോ. ഇതിവിടെ നിന്ന് നീന്തി അങ്ങ് അറ്റം വരെ പോകാൻ തോണ്ടേ. അവിടെ ഒരു ബീച്ച് ഭാഗം പോലെയാണ്, ഒരു കേവൊക്കെയാണ് കേട്ടോ. നൈസ് ഈ സ്ഥലം. ഷിയോമി വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. ബായ്. ഞാൻ മൂക്കിൽ ഇതൊക്കെ വെച്ച് എൻ്റെ മൂക്ക് ഷിയോമി ചാടി കേട്ടോ. എനിക്ക് പേടിയാവുന്നു. അപ്പോൾ നമുക്ക് കയറൊക്കെ ഉണ്ട് ഇവിടെ പിടിച്ചു പോവാൻ. തണുത്ത വെള്ളം കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കൊട്ടും വയ്യ കേട്ടോ. തണുക്കുന്നു, നല്ല തണുപ്പ്. തണുപ്പ് കേട്ടോ. അടിപൊളി തണുപ്പ് കേട്ടോ. ഞാനിനി ക്യാമറ വെച്ചിട്ട് വരാം. കാരണം ക്യാമറ വെച്ചിട്ട് എനിക്ക് നീന്താനായിട്ട് കുറച്ച് ഇതാണ്. ഞാൻ അങ്ങോട്ട് പോട്ടെ. അയ്യോ, ഞാൻ ഈ സാധനം ഉപയോഗിച്ച് അങ്ങനെ നീന്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തോ പോലെ ഹൗസിൽ ജബ് എൻ്റെ ശ്വാസം പോകുക കേട്ടോ. ഷിയോമി അടിപൊളിയാട്ടോ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലെ ബീച്ച് എൻജോയ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. സെറ്റപ്പ് കേട്ടോ. ഓക്കെ, പുള്ളിക്കാരെ ഇപ്പം എത്ര നേരം എന്നെ കെട്ടി വലിച്ചു. 2-3 ദിവസം കൊണ്ട് ഡെയിലി ഉപ്പുകളൊക്കെ ഉള്ളപ്പം തന്നെ. ഇന്നാണ് അവസാനത്തെ ബീച്ച്. ഇതിന് ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ വേറെ ഒരു സ്ഥലത്തോട്ട് പോവാണ്. വേറെ ഒരു സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഞാനൊരു ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. ഷിയോമിയുടെ ബർത്ത്ഡേ ആണല്ലോ ഇത്രയും ഇന്നലെ ആഘോഷിച്ചത്. ഇനി വേറൊരു ആളുടെ ബർത്ത്ഡേ അല്ല, ഒരു നാടിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, വേറെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അവിടെ വേറെ ബോട്ട് വന്ന് നമ്മുടെ സ്ഥലത്ത് അതേപോലെ നിർത്തിയിട്ടുണ്ട്. അവിടെയും വേറെ ഏതൊരു ഇന്ത്യക്കാരനാണല്ലോ ആ പുള്ളി. ഷിയോമിയുടെ ഇവിടെ ലൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബോട്ട് ഇവിടെ എവിടെയോ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അടുത്ത സ്ഥലത്ത് നിർത്താൻ വേണ്ടി പോകുന്നതാണെന്ന് തോന്നുന്നു. ഉള്ളല്ലോ ഇവിടുത്തെ പാറക്കല്ല് പ്രത്യേകം വ്യത്യസ്തമായിട്ടുള്ള പാറക്കല്ല് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്തോണം കേട്ടോ. അതുമായിട്ട് നമ്മൾ നിർത്തുന്നതാണ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. പ്രത്യേക പാറക്കല്ല്. ഇവിടെ ഫുള്ള് ചെറിയ ചെറിയ പച്ചപ്പ് സംഭവങ്ങൾ. നല്ല മീനൊക്കെ മണക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫുഡാണെന്ന് തോന്നട്ടോ. ചിക്കനും മീനൊക്കെയാണ് നമുക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം. അവിടെ ഓൾറെഡി വേറെ ബോട്ടുകൾ ഓൾറെഡി അവിടെ കിടപ്പുണ്ട് കേട്ടോ, ആ ഒരു ഭാഗത്ത്. ആങ്കർ ഇറക്കിയാണ് കേട്ടോ. നമ്മൾ ഇനി ഇവിടെയാണ് അടുത്ത സ്റ്റോപ്പ്. നമ്മൾ അടുത്ത ഏരിയയിലോട്ട് വീണ്ടും നീന്താനായിട്ട് വന്നതാണ്. അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ വീണ്ടും ഈ സാധനം ഇട്ടു. ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുക. അവിടെ ഷിയോമി ഇറങ്ങി. ഇവിടെ കുറേ ആൾക്കാർ ഇതാണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ക്യാപ്റ്റൻ എർഗൂൺ ഇതാണ് കേട്ടോ. ഈ പുള്ളിയുടെ ബോട്ടിൻ്റെ പേര് ക്യാപ്റ്റൻ എർഗൂൺ എന്നാണ്. ഇവിടെ നമുക്ക് ലൈഫ് ജാക്കറ്റ് വേണമെങ്കിൽ തരും. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടും നമുക്ക് നീന്തി കളിക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത്. അല്ലേ ഇല്ലേ, ക്യാമറ വെള്ളത്തിൽ മുക്കാൻ വേണ്ടി പോവാണ്. മുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. നല്ല അടിപൊളി കാഴ്ചകൾ ആക്ച്വലി ക്യാമറയുടെ അടിയിൽ നിന്ന് കാണാൻ കേട്ടോ. തുടങ്ങട്ടെ. സത്യം പറഞ്ഞാൽ നീന്തി മരിച്ചു. ഷിയോമി അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ നീന്തിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം.
സ്റ്റെപ്പുകളെല്ലാം കൂടെ കയറിപ്പോയി. എനിക്ക് ആക്ച്വലി വെള്ളത്തിൽ വീണിട്ട് എനിക്ക് ഒരിത് തോന്നുന്നില്ല കേട്ടോ. വെള്ളത്തിൽ തന്നെ ചാടിക്കളിക്കാൻ വേണ്ടി തോന്നും. അടിപൊളി കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള പല ആളുകൾക്കും നീന്താൻ അറിയില്ല കേട്ടോ. അതായത് ഇപ്പോൾ യൂറോപ്യക്കാരെ അപേക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ മലയാളികൾക്ക്, കേരളക്കാർക്ക് അധികം നീന്താൻ അറിയില്ല. സത്യത്തിൽ നമ്മൾ നീന്താൻ പഠിക്കണം കേട്ടോ. എൻ്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ചില്ല. ഞാൻ സ്വന്തമായിട്ടിപ്പം പഠിച്ചു വരുന്നു. എനിക്ക് കുറച്ച് വെള്ള ഫോബിയൊക്കെ ഉണ്ട്. എന്നാലും അഥവാ ഇത് അറിഞ്ഞ് കിട്ടിയാൽ അത് വേറൊരു ലെവലാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെങ്കിലും നീന്താൻ പഠിപ്പിക്കണം. അത് ജീവിതത്തിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നുണ്ടില്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ നിൽക്കുമോ, ലൈഫ് ജാക്കറ്റ് പോലും ഇട്ട് നിൽക്കൂല. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്യട്ടെ. ഞാൻ ഒന്ന് ആസ്വദിക്കട്ടെ. ഞാൻ അവസാനം കുളിച്ച് കരയിൽ കയറി. അപ്പോൾ അടുത്ത ബോട്ട് വരുവാണ് ആളുകളെയും കൊണ്ട്. മറ്റൊരു ബോട്ട് അവിടെ ആങ്കറൊക്കെ താക്കുന്നുണ്ട്. വേറെ ഒരു കുഞ്ഞു ബോട്ട്. നമ്മളിനി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഓൾറെഡി കുറേ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പാണ്. വെള്ളത്തിൽ ചാടി ആക്ച്വലി നല്ല വിശപ്പ്. ഇതിൻ്റെ അകത്ത് ഫുൾ ആൾക്കാരാണ്. എന്തായാലും പുറത്ത് പോയി കഴിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. ഇവിടെ ബ്രെഡ്, പിന്നെ ഫോർക്ക്, സ്പൂണ്. ഇവിടെ നമുക്ക് ഫിഷ്, ചിക്കൻ, ചിക്കൻ. ഇവിടെ ഫിഷും ഉണ്ട്, ചിക്കനും ഉണ്ട്. ഫിഷിൽ ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഇവിടെ ബ്രെഡ്, ഞാൻ ചിക്കൻ പറഞ്ഞു കാരണം നമ്മൾ ഓൾറെഡി ഫിഷാണ്. മോഡൽ കാർ ലാഡ I know ലാഡ. ഓക്കെ, Russia. You want to say hi? India. And Japan. Nice to meet you. Nia Parski. I went to Russia 3 times. Yeah. Moscow, Kazan, Saransk. Many places. Yeah. Traveling. Blogger. Turkey. Yeah. Bon appetit. എനിക്കുള്ള ചിക്കൻ വന്നു, ഫോർക്ക് വന്നു. ഇനി നമ്മൾ ഇതെടുത്തുകൊണ്ട് ഫ്രണ്ടിൽ പോകും. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പുള്ളിയുടെ ഇതിലാണ് കേട്ടോ, ക്യാപ്റ്റൻ എർഗുൻ. പുള്ളിക്കാരന് പോയിട്ട് ഒരു കമൻറ്റ് കൊടുക്കുക കേട്ടോ. ക്യാപ്റ്റൻ എർഗുൻ എന്നാണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേര് വരുന്നത്. നമ്മളിവിടുത്തെ ഒരു ഐലൻഡാണ് കേട്ടോ ഈ കാണുന്ന ഇത്. ഐലൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവിടെ മനോഹരമായിട്ടുള്ളൊരു ഏൻഷ്യൻ ടൗൺ പോലെ കണ്ടില്ലേ, ഒരു മലയും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ.
ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. ഇവിടെ ആക്ച്വലി ഇത് രണ്ടും ഒരുമിച്ചായിരുന്നു, ഈ ഭാഗം മുഴുവൻ. ഇവിടെ ഒരു ഭൂകമ്പം വന്നപ്പോൾ ഇതിങ്ങനെ മാറി എന്നാണ് ഇവർ പറയുന്നത് എന്നാണ് ഈ ബോട്ടിലെ ചേട്ടൻ ഇത്രയും നേരം നമ്മുടെ അടുത്ത് വിളിച്ച് മൈക്കി പറഞ്ഞു. ഇവിടെ മുമ്പ് ടൗൺ ഉണ്ടായിരുന്ന ഭാഗങ്ങളാണ് കേട്ടോ, കണ്ടില്ലേ? ഇവിടെ എന്തോ കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ, ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ പ്രൈവറ്റ് ബോട്ട് എടുത്ത് പോകുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ പ്രൈവറ്റ് ആയിട്ട് ബോട്ട് എടുത്ത് കറങ്ങാനായിട്ട് പോകുന്നവരാ. പണ്ടത്തെ ഈ നഗരത്തിന്റെ ഹാർബറൊക്കെ ആയിരുന്നു കേട്ടോ ഈ കാണുന്ന ഭാഗം. ആളുകളെല്ലാവരും നോക്കുവാണ്. ഹാർബറിന്റെ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ കയറി നടന്നു പോകാനുള്ള സംഭവമാണ്, കണ്ടില്ലേ? സ്റ്റെപ്പ് സംഭവങ്ങളൊക്കെ. പണ്ടത്തെ ഒരു സിറ്റി ആയിരുന്നു ഈ കാണുന്ന ഈ ചെറിയൊരു ഐലൻഡ്. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ ഐലൻഡാണ് കേട്ടോ. ഇത് അവിടെ ഒരു വാട്ടർ ചാനലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പണ്ടത്തെ ഒരു ഏൻഷ്യൻ സിസ്റ്റം ആണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവില്ല. ഇപ്പോൾ ആ ഒരു ഭാഗത്തോട്ടൊക്കെ ബിൽഡിങ്ങിൻ്റെ ബാക്കി സംഭവങ്ങളായിട്ട് കാണാൻ സാധിക്കും. Şehri kim ziyaret ederse etsin, şehre girmeden önce duş almak zorundalarmış. Şehri hastalık diyorlar. വെള്ളത്തിൽ മുങ്ങിപ്പോയ നഗരം പോലെ ഇങ്ങനെ നടക്കും. അതാ Whoever visits the city, they needed to take a bath first. ഓ, ഇത് പണ്ടത്തെ ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പുരാതന റോമൻ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇവിടെ ആദ്യം വരുന്നവർ ഇവിടെ വന്നിട്ട് കുളിക്കണം, ഒരു പ്രാവശ്യം കുളിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അവരുടെ കുറേ സിക്നസ് ഒക്കെ മാറും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് പുരാണ കഥകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ബിൽഡിങ്ങിൻ്റെ ബാക്കി സംഭവങ്ങളാണ്. കൊള്ളാം സംഭവം, കുറച്ച് ഹിസ്റ്റോറിക്കലാണ് സംഭവം, കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ അപ്പുറത്തോട്ട് വേറെ നമ്മുടെ ബീച്ച് സിറ്റിയാണ്. അതോ അവിടെയും അതുപോലെ തന്നെ Kiriş yatakları, evlerin kiriş yatakları yerleştirdikleri ahşap bloklar sayesinde bu bölgeye yerlerini görebilirsiniz. En azından temel kanıtları görebilirsiniz. ഈ കാണുന്നത് നമ്മുടെ ട്രയാങ്കിൾ കണ്ടില്ലേ? ഇത് ഇവിടുത്തെ ഒരു വീട്ടിൻ്റെ ഒരു റൂഫാണ് കേട്ടോ. അതെല്ലാം അടന്ന് പൊളിഞ്ഞ് ഭൂകമ്പം വന്നപ്പോൾ മാറിപ്പോയതാണ്. ഈ കാണുന്നതൊക്കെ കറക്റ്റ് നമുക്കറിയാൻ പറ്റും കേട്ടോ, പണ്ടത്തെ വീടുകളാണെന്നുള്ള ഇത് കറക്റ്റ് അടന്നു പോയതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെയും ബോട്ട് ആളുകളൊക്കെ എണീറ്റ് നിന്ന് നോക്കുവാണ്. എല്ലാവരും റഷ്യക്കാരാണ് കേട്ടോ, ഇതിലുള്ള മിക്ക പേരും റഷ്യക്കാരാണ്. ഇവിടെ ആക്ച്വലി ഈ കാണുന്ന ഒരു ഗേറ്റാണ്, അതിലൊരു കുരിശ് നടുക്ക് വരച്ചിട്ടുണ്ട്. നമ്മുടെ സെയിന്റ് നിക്കോളാസിന് വേണ്ടിയുള്ള ചർച്ചായിരുന്നു കേട്ടോ ഈ കാണുന്നത്, പണ്ടത്തെ പുരാണത്തെ സമയത്തുള്ള. നിക്കോളാസ് പുണ്യാളൻ വന്ന ഒരു സ്ഥലമാണ്. പുള്ളിക്കാരൻ്റെ അന്നത്തെ സമയത്ത് ഒരു പള്ളിയൊക്കെയാണ്, ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് നിങ്ങൾ അവിടെ കണ്ടത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ദേവാലയത്തിൻ്റെ ഒരു ഇത് മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. പള്ളിയൊക്കെ എനിക്ക് തോന്നുന്നു ഒട്ടോമൻകാർ വന്നപ്പോൾ അടിച്ച് നിരത്തി പോയെന്ന് തോന്നുന്നു കേട്ടോ. ഓ, ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ. അതോ ആ ഒരു ഭാഗത്ത് വേറെ കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നമ്മുടെ മെയിൻലാൻഡിന്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറെ കഫേയും ഏൻഷ്യന്റ് ഒരു ലുക്ക് കേട്ടോ. നമ്മുടെ ഹോഡിട്ട കെട്ടിടങ്ങളും അങ്ങനത്തെ ഒരു നൈസ് അപാര ലുക്കുള്ള ഒരു സ്ഥലം കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നടക്കാനൊക്കെ പോവാം. ഇവിടെ കുറച്ച് കാമാണ്, കണ്ടില്ലേ? പിന്നെ ഇതുപോലുള്ള ബോട്ടിൽ വന്നിട്ട് അലമുണ്ടാക്കുന്ന നമ്മളെ പോലുള്ള ആളുകളേ ഉള്ളൂ. അവിടെ ഏറ്റവും മുകളിലായിട്ടൊരു മല, ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ. നമ്മുടെ ബോട്ട് കരക്കടുപ്പിച്ചു. ഇനി നമ്മൾ 1 മണിക്കൂർ നടക്കാനുള്ള സമയമുണ്ട്. 2 സ്ഥലത്ത് കുളിക്കാൻ നമുക്ക് സ്ഥലം തന്നു. ഇനി നടക്കാൻ എനിക്ക് തോന്നുന്നു ഇനിയും അത് കഴിഞ്ഞിട്ട് കുറച്ച് റൈഡ് കഴിഞ്ഞിട്ട് വീണ്ടും ചിലപ്പം കുളിക്കാൻ വല്ല സ്ഥലം തരുമായിരിക്കും. എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകും. അതാണ് ഇവിടെ കുറേ ബോട്ടുകൾ ഇവിടെ അടുക്കി കിടപ്പുണ്ട്. ഇവിടെ കുന്നൻ മണക്കൂസ് മീനുകൾ നോക്കിക്കേ. നല്ല രസമുണ്ട് കേട്ടോ ഈ മീൻ കാണാനായിട്ട്. നമ്മളിനി നടന്നു പോട്ടെ. ഇവിടെ എല്ലായിടത്തും റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ താണ്ടെ ഒരു റെസ്റ്റോറൻറ്റ്, കഫേ. നമ്മൾ ആ കാണുന്ന മലയിലാണ് പോകുന്നത്. അവിടെ ഒരു കാസിലോ പണ്ടത്തെ എന്തോ ഒരു സംഭവമുണ്ട്. ഇതിൽ കൂടെ നടന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. Shumi, how do you feel on your birthday? Perfect. Thank you so much. Otajamo? You're Otajamo, right? Otanjobi. Otanjobi. Yeah. Omedeto. ഒത്താൻജോബി ഒമേദത്തോ എന്ന് പറഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ഇവരുടെ ജാപ്പനീസ് ഭാഷയിൽ പറയുന്നത്. ഒത്താൻജോബി ഒമേദത്തോ. Arigato. അടികാത്തോ. അപ്പോൾ നമ്മൾ നടന്നു പോട്ടെ.
ഇവിടെ കയറി വരുമ്പോൾ തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കടകളും സുവനീർ ഷോപ്പുകളും ഉണ്ടല്ലേ. ഈ കാണുന്നവരൊക്കെ നമ്മുടെ ബോട്ടിലുള്ളതാണ്. ഐ തിങ്ക് കൽക്കനോയ് എന്നാണോ ഈ സ്ഥലത്തിൻ്റെ പേര്. റഷ്യക്കാർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ശത്രു രാജ്യമായിട്ടുള്ള ചൈനക്കാരാണ് കേട്ടോ ഇവിടെ കൂടുതലുള്ളത്. നമ്മളിവിടുത്തെ കാസ്റ്റിലോട്ടാണ് വന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കാസ്റ്റിലിന് കുറച്ച് ഹിസ്റ്ററിക് ഉണ്ട്. കലക്കോയ്, സിമേന കലക്കോയ് അങ്ങനെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണമല്ലോ. അടിപൊളി. ഇവിടെ അമ്മൂമ്മയൊക്കെ നമ്മളിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. ഒരു ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഒരു ഗിഫ്റ്റ് പെട്ടി പോലത്തെ ഒരു സാധനം കേട്ടോ. ഇതെന്താന്തോ ഇതെന്താ ടോംബാണോ? അടിക്കറയൊക്കെ ഇളവിയിരിക്കുകയാണ്. ഒരു ടോംബാണ്. ഇതെനിക്കൊന്ന് ശവക്കല്ലറയാണ് കേട്ടോ പണ്ടത്തെ. ഐ തിങ്ക് ഇറ്റ്സ് എ ഡെഡ് ബോഡി തിങ് ഓൾ ടൈം. അവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്കൊന്ന് ഡെഡ് ബോഡിയുടെ സാധനമാണോ? ഡെഡ് ബോഡിയൊക്കെ ഇവർ പൊത്തലിട്ട് കുഴിച്ചെടുത്തെന്ന് തോന്നുന്നത്. അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. ഈ മലമുകളിലായിട്ട് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഹലോ ഓക്കെ അവർ പറഞ്ഞു നോയെന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേബിൾ കാറിലെ ഈ സാധനത്തിൽ അവർ താഴ്ഭാഗത്തോട്ട് എന്തോ കൊണ്ടുപോകുന്ന സംവിധാനമാണ്. കാണിച്ചു തരാം. അതുകൊണ്ടല്ലേ ഇങ്ങനെ പോയി താഴെ സാധനം എത്തും കേട്ടോ. അതാണ് സംഭവം. ഈസി ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംഭവമാണ്. ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള സംഭവമാണ് കേട്ടോ. പെട്ടി പോലെ, കുടുക്കപ്പെട്ടി പോലത്തെ സാധനം. പുല്ലിൻ്റെ ഇടയിൽ കൂടെ. ഇതൊക്കെ പണ്ടത്തെ ചരിത്രമാണെന്ന് ഓർക്കണം. ആ ചരിത്രത്തിൻ്റെ ഇടയിലാണ് ഇതുപോലുള്ള ശവക്കല്ലറുകൾ ഇരിക്കുന്നത്. അത് ഇനി പണ്ടത്തെ ഇതെന്താന്ന് കേട്ടോ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. It's I think old king, Roman king bathtub. They come and they bath here. പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു. നമ്മൾ മല കയറിയതാ കടലവിടെ. മല നമ്മൾ കയറുന്നു. കുത്തനെ കയറ്റാണല്ലോ. നമ്മൾ കാസിൽ പോകാൻ പറ്റാത്തോണ്ട് എന്താ ഇത്രയും വലിയ അടിപൊളിയായിട്ട് ശവക്കല്ലറകളുടെ മുകളിൽ ഇരുന്ന് വ്യൂ കാണാൻ പറ്റുന്ന സ്ഥലത്തിലാണ് നമ്മൾ വന്നത്. നമ്മുടെ കാസിൽ അവിടെയാണ് കേട്ടോ, പഴയ കാസിൽ. പിന്നെ ഈ ഭാഗത്തൊക്കെ എന്തോ ഉണ്ട് കേട്ടോ. അവിടെ നോക്കിക്കേ, അവിടെ എന്തോ ഉണ്ട്. ഇവിടെ വറ്റി ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു പുഴ. പിന്നെ ആ കാണുന്ന നമ്മുടെ മെയിൻ റോഡ് ഭാഗങ്ങളെയാണ് കേട്ടോ. ഇവിടെ കുറേ യോട്ടുകൾ ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ ദാണ്ടേ ഇവിടെ ഫ്രഷ് ജ്യൂസുകൾ, സംഭവങ്ങൾ, ഐസ്ക്രീം. ഇന്ത്യ എല്ലാ ആൾക്കാരും ഇനി പറയില്ല കേട്ടോ. ഞാൻ എന്തിനാണ് ഹിന്ദുസ്ഥാന്, ഹിന്ദി, ഹിന്ദു എന്നൊക്കെ പറയുന്നത്. തുർക്കിഷ് ഭാഷയിൽ ഇന്ത്യയെ പറയുന്നത് ഹിന്ദുസ്ഥാൻ എന്നാണ്. അതേസമയം അറബിയിൽ ഹിന്ദ് എന്നാണ് പറയുന്നത്, അൽ ഹിന്ദ്. പിന്നെ അല്ലാതെ ഞാൻ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നല്ല കേട്ടോ പറയുന്നത്. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ തുർക്കിഷ് ഭാഷയിൽ ഇന്ത്യയെ പറയുന്നതാണ്. ചൈനയിൽ ഹിന്ദു എന്നാണ് പറയുന്നത്, ഹിന്ദു. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇവിടെ ഫ്രഷ് ആയിട്ടുണ്ടാകും. ഒരു ഓറഞ്ച് ജ്യൂസിന് 350 രൂപയാണ് കേട്ടോ. ഓറഞ്ചും എന്താ മാതളം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസ്. ചിയേഴ്സ്. നല്ല നടന്നപ്പോൾ നല്ലപോലെ കുടിക്കാൻ തോന്നുന്നപ്പോൾ. ഇവിടെ ഓരോ ബോട്ടുകളും ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ അത് ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ടോ. ഓരോ ബോട്ടിൽ നിന്നുള്ള ആളുകളാണ്. തിരിച്ച് നമ്മുടെ ബോട്ടിലോട്ട് തിരിച്ച് നടക്കുവാണ്. ബോട്ട് എടുക്കാനായിട്ട് സമയമായിട്ടുണ്ട്. 4ാമത്തെ സ്റ്റോപ്പ് വന്നു. 2 സ്ഥലത്ത് നീന്താൻ, 3ാമത്തെ ഹൈക്ക്, 4ാമത്തെ നീന്താൻ. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും 5ാമത്തെ സ്ഥലത്ത് വീണ്ടും ഇതുപോലെ 40 മിനിറ്റ് നിർത്തിയിട്ട് നീന്താൻ വേണ്ടി. അപ്പോൾ ഞാൻ വീണ്ടും നീന്താനായിട്ട് പോവാണ്. നീന്തലൊക്കെ നീന്തി ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും കാണിച്ച് വർപ്പിക്കുന്നില്ല. ഇവിടെ കുറേ ആൾക്കാർ നീന്താനായിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചു തരാം. ഈ തുർക്കിക്കാരുള്ള ബോട്ടിലായാലും എന്തായാലും ഇവർ സിഗരറ്റ് വലിച്ച് ഭയങ്കര മാറ്റമായിരിക്കും കേട്ടോ.
പണ്ടത്തെ റൂയിൻസിൻ്റെ എന്തോ ഭാഗമായിട്ടുള്ള ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ എന്തോ ഇതൊക്കെയാണ് കേട്ടോ ആ ഭാഗത്ത്. നമ്മുടെ അവസാന സ്ഥലത്ത് ചങ്ങലയിട്ട് അവർ നിർത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ ഇവിടെ കാണാൻ. ഞാൻ നല്ലപോലെ ഭൂതം കാത്ത് ഇവിടെ കിടന്ന് ഉറങ്ങി. അവിടെ വേറൊരു ബോട്ട് നിർത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. അവിടെ എന്താ ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലമാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് തട്ട് പോലെ നല്ല രസമുള്ള ഒരു ഐലൻഡ് ആകും കേട്ടോ. ഇവിടെ നമുക്ക് ഇനി നീന്താനുള്ള സൗകര്യമാണ് അവർ ഒരുക്കി തന്നത്. ഇവിടെ വേണമെങ്കിൽ നീന്താം. നമ്മുടെ യാത്ര അങ്ങനെ അവസാനം കഴിയാൻ വേണ്ടി പോവാണ്. നമ്മൾ തിരിച്ച് കാസിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. കാസിലെ കാഴ്ചയാണ് കേട്ടോ. നല്ല മഴക്കോളുണ്ട്. മഴ പൊടിയുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഈ കാണുന്നതെല്ലാം റെസ്റ്റോറൻറ്റുകളും പാർട്ടികളൊക്കെ വേണോ. ഫുള്ള് ആളുകളും പേരും ഫുള്ള് ആളുകൾ കേട്ടോ. ഈ കാണുന്ന തിരക്കിൽ ഒരു 80% ആളുകളും ഉറപ്പായിട്ടും റഷ്യക്കാരായിരിക്കും കേട്ടോ. നമ്മളങ്ങനെ അവസാനം നമ്മുടെ കരയിലെത്തി. ഷിയോമിയോടെ പോയി. ഷിയോമി അവിടെ കാണാനില്ലല്ലോ. നമ്മുടെ കരയിലോട്ട് എത്തിയിട്ടുണ്ട്. കരയിൽ പോയിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ് എടുത്തിട്ട് അന്റാലി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാനുള്ളൊരു പ്ലാനാണ് കേട്ടോ. കാരണം അന്റാലിയിലോട്ട് പെട്ടെന്ന് പോകണം. എന്നിട്ട് നാളെ അന്റാലിയിൽ നിന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് നാളെ അന്റാലിയെ പോകും. നാളെ അന്റാലിയിൽ നിന്ന് ഇസ്താംബൂൾ പോകും. അതാണ് പ്ലാന്. നമ്മുടെ ക്യാപിറ്റൽ, തുർക്കിയുടെ ക്യാപിറ്റൽ. അവിടെ നിന്ന് പിന്നെ വേറെ പ്ലാനുകളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇറങ്ങട്ടെ. ഇതാ ഇവിടെ എല്ലാം യോട്ടുകളും സംഭവങ്ങളൊക്കെ അടുക്കി കിടക്കുവാണ്. മഴക്കോള് നമ്മളങ്ങനെ പുറത്തിറങ്ങുവാണ്. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്തു. കുറേ ഈ ബോട്ട് ട്രിപ്പിൽ നിന്ന് കുറേ സുഹൃത്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്നവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായവരാണ് കേട്ടോ. നേരെ പെട്ടെന്ന് പോകണം, സമയമില്ല. താങ്ക് യു. അവസാനം really enjoyed. How was your experience? It was nice. Nice, right? Good. Yeah. We are swimming with the fishes. Yeah. നമ്മൾ മീനിൻ്റെ അടിയിലൊക്കെ പോയി അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളും വരുക. ക്യാപ്റ്റൻ എന്തോ പുള്ളിക്കാരൻ്റെ ഇത് ഞാൻ പറഞ്ഞല്ലോ. പുള്ളിക്കാരൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. അത് ഞാൻ ഷിയോമി പറഞ്ഞു. ഇറ്റ്സ് റൈനിങ്. ഷിയോമി's birthday. We spend well. ഒത്തൻ ജോബി ഒമേദത്തോ. Arigato. അരികാത്തോ. അപ്പോൾ ഇനി ബസ് യാത്രയാണ്. കാസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഓടി വണസേ. Thank you so much. ഓക്കെ. നോ worries. നോ വെൽക്കം. അപ്പോൾ നന്ദി പറഞ്ഞതാണ് കേട്ടോ ഷീമ എന്തോ. അപ്പോൾ കാസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളും വരണം. നിങ്ങൾ എൻജോയ് ചെയ്യും. ബീച്ചിലൊക്കെ പോകണം, കുളിക്കണം, എന്നിട്ട് എന്നെ ഓർക്കണം കേട്ടോ. അപ്പം വിചാരിക്കണം ഞാൻ പറഞ്ഞിട്ട് കാസിൽ വന്നു എന്ന് വിചാരിക്കണം. അങ്ങനെ വന്നു. ഇവിടെ അന്റാലയിലേക്ക് പോകാനുള്ള ബസ് പിടിച്ചു. ഈ കാണുന്ന ബസ്സാണ്. ഇതിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ വേറെ ഈ കാണുന്ന ഇവിടെ സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഇവിടെ ഓട്ടോഗരി ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതായത് ഇതുപോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാനായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളുണ്ട് കേട്ടോ. നമ്മൾ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പുള്ളിക്കാരൻ നമ്മളെ എണീപ്പിച്ചു. ബാഗ് കൊടുത്ത് അന്റാലി എത്തി. ഇതിൻ്റെ ഇടയിൽ ഒരു ട്രാമൊക്കെ എടുത്തിട്ട് അന്റാലി വിചാരിച്ച പോലെ അല്ല കേട്ടോ. അന്റാലി വലുതാണ്. ഒരു 2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അന്റാലിയയിൽ. ഞാനിപ്പോൾ നടക്കുന്നു വരുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ഓൾഡ് ടൗണോ എന്തോ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മഞ്ഞ് മൂടിയ പോലെ കാണുന്നുണ്ട്. അതെൻ്റെ ഇത് തുടക്കണം. ഇവിടെ ഫുള്ള് ക്ലബ്ബുകളും ഇതൊക്കെയാണ് കേട്ടോ. ക്ലബ്ബുകളും വഴിയോരോ സ്ട്രീറ്റുകളും നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ രാത്രി ഇപ്പം 11:45 12 മണിയാവാറായി. ഇന്ന് രാത്രി നിൽക്കാൻ പോകുന്ന സ്ഥലം ഇതാണ് കേട്ടോ. മാവി ആൻഡ് അനി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിലോട്ടാണ് വന്നത്. അയ്യോ കൊള്ളാമല്ലോ കാണാൻ. ഒരു വിൻറ്റേജ് ലുക്കുണ്ട് കേട്ടോ. രാത്രി 12 മണിക്കാണ് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. ഇവിടെ പുള്ളിക്കാരൻ നേരെ റൂമിലോട്ടാണല്ലോ. തശക്കറുദ്രയും ഇതാണല്ലോ.
ഭയങ്കര നാറ്റം കേട്ടോ, അവിടെ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ സ്മെല്ല്